മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മധുരം ജീവിത സായാഹ്നം എന്ന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവത്തിൽ ആശ്രയിച്ച് ദീർഘായുസ്സും അഭിവൃദ്ധിയും നേടിയ അബ്രഹാത്തെ പോലെ ഇതാ മറ്റൊരു കുടുംബം. ഇടുക്കി രൂപതയിലെ കീരിത്തോട് നിത്യസഹായ മാതാ പള്ളിയിലെ അംഗമായ വാരിക്കാട് കുര്യാക്കോസ് അപ്പച്ചന്റെയും ത്രേസ്യാമ്മ അമ്മച്ചിയുടെയും കുടുംബത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇത് വാരികാട്ട് കുര്യാക്കോസ് ത്രേസ്യാമ്മ ദമ്പതികളുടെ ഭവനം. ഇടുക്കി ജില്ലയിലെ കീരിത്തോട് എന്ന സ്ഥലത്താണ് ഇവരുടെ ഭവനം. കീരിത്തോട് നിത്യസഹായ മാതാ ചർച്ച്, വാരികാട് കുടുംബത്തിന്റെ ഇടവക ദേവാലയം. ഒരു മനുഷ്യായുസിൽ ദൈവം നൽകിയ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് മനം തുറന്ന് നന്ദി പറയുകയാണ് 95 വയസ്സുകാരനായ കുര്യാക്കോസും ഭാര്യ 95 വയസ്സുകാരി ത്രേസ്യാമ്മയും. നാടക കലാകാരൻ, ഗായകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച് സമൂഹത്തിനും കുടുംബത്തിനും സുസമ്മതനായി ജീവിച്ച കുര്യാക്കോസ് ചേട്ടനും ഭാര്യയ്ക്കും ഇന്ന് പാടാനുള്ള ഗാനം ഇതാണ്. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻമുൻപിലാദരവോടെ നിൽക്കും. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽക്കും. യേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ, അതെല്ലാവരുടെയും നാഥൻ, അതെന്നേക്കും നിൽക്കുന്ന നാഥൻ. യേശു നിത്യം ജീവിക്കുന്നവൻ, അവൻ എല്ലാവരെയും പരിപാലിക്കുന്നവൻ. അവൻ്റെ പരിപാലന എല്ലാവരിലും ചെന്നെത്തും. അവരറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് വരികിലും ഓരോരുത്തരിലും ദൈവപരിപാലന ഓടിയെത്തും. അത് അപ്പനും മക്കളും മക്കളുടെ മക്കളും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നിടത്തും ഈ ദൈവസ്നേഹം ഓടിയെത്തും. ആ ദൈവസ്നേഹത്തിൽ ജീവിച്ചാണ് ഓരോരുത്തരും തങ്ങളുടെ ബന്ധം പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അത് വിശപ്പിന് ആഹാരം കഴിക്കുന്നത് പോലെ ഒന്നാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് എല്ലാ കാലഘട്ടവും എല്ലാവരുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും സൗഹൃദത്തിലും ജീവിക്കാനുള്ള അനുഗ്രഹം യേശുവാണ് നമുക്ക് തരുന്നത്. ഈ സന്തോഷം നിലനിർത്തിക്കൊണ്ട് പോകാൻ കുടുംബ ബന്ധത്തിൽ അധിഷ്ഠിതമായ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ, അത് നിലനിന്ന് പോകാൻ, അത് പുലർന്നു പോകാൻ
പുലർത്തിക്കൊണ്ടു പോകാൻ ഇതിനുള്ള ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്നു. ആ കിട്ടുന്ന അനുഗ്രഹത്തിൽ ഉറച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പം നമ്മുടെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ മക്കളും എല്ലാവരും കൂടി സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും ഒറ്റക്കെട്ടായി, ഒറ്റ കുടുംബം ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങുക. അവിടെയാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം, സ്നേഹത്തിൻ്റെ ശക്തി, സ്നേഹത്തിൻ്റെ ഉറവിടം എല്ലാം അതിൽ അടങ്ങുന്നു. ഈ ഒത്തുചേരൽ ഇടയ്ക്കുള്ളതാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോഴുള്ള ഈ മാതാപിതാക്കളുടെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഞാൻ ജോർജ് വാരികാട്ട്. ഇതെൻ്റെ ഭാര്യ ഫിലോമിന ജോർജ്. എനിക്ക് 3 മക്കളാണ്, ഒരാണും 2 പെണ്ണും. എൻ്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും 6 മക്കളിൽ മൂത്തവനാണ് ഞാൻ. ചാച്ചനെക്കുറിച്ചും അമ്മച്ചിയെക്കുറിച്ചും ഓർത്ത് പറയുമ്പോൾ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഞങ്ങളെ വളർത്തി സഭയോടും സഭാസേവനങ്ങളോടും ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും മാതൃക നൽകിയതും ഞങ്ങളുടെ മാതാപിതാക്കളാണ്. ചാച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും പള്ളിയും സമുദായവും സമൂഹവുമായി ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ്. പ്രത്യേകമായി വ്യക്തിപരമായ ഗുണഗണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ യാതൊരുവിധ ടെൻഷനുമില്ലാത്ത ഒരാളാണ് എൻ്റെ ചാച്ചൻ. അമ്മച്ചി എല്ലാ കാര്യങ്ങളിലും വളരെ വ്യഗ്രതയോടെ അന്വേഷിക്കുമ്പോഴും ചാച്ചൻ വളരെ ശാന്തമായി എല്ലാത്തിനെയും ഫേസ് ചെയ്യുമായിരുന്നു. ജീവിതത്തിൽ വളരെ ചിട്ടയുള്ള കൃത്യനിഷ്ഠയുള്ള ഒരു ജീവിതമാണ് അവരുടേത്. ഞങ്ങൾക്കും അതിൻ്റേതായ നന്മകൾ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തിലൊന്ന്, ഈ ചാച്ചൻ്റെയും അമ്മയുടെയും മക്കളുടെ മക്കൾ അതിൻ്റെ മക്കളിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ദീർഘായുസോടെ ഇരിക്കാനുള്ള അനുഗ്രഹം ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഈശോയോട് നന്ദി പറയും. ചാച്ചനും അമ്മച്ചിക്കും ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദുശാഠ്യം ഒന്നുമില്ല, ഒരു നിർബന്ധ ബുദ്ധി ഒന്നിനുമില്ല. എല്ലാം നമ്മളോട് സഹകരിച്ച് തന്നെ അവർ നിൽക്കും. പിന്നെ പള്ളിയിൽ പോകുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ അങ്ങനെ പോകുന്നതിനോ ഒക്കെ അമ്മച്ചിക്ക് പറ്റുന്നിടത്തോളം കാലം എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ അമ്മച്ചിക്ക് പറ്റിയല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പോകാറില്ല. അമ്മച്ചിക്ക് കൂട്ടായിട്ട് വീട്ടിൽ ഇരിക്കുവാണ്. പിന്നെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. എൻ്റെ പേര് ജോണി. ഞാൻ ഇവിടുത്തെ 3ാമത്തെ മകനാണ്. ഞാൻ ഇപ്പോൾ അധ്യാപകനായിട്ട് രാജസ്ഥാനിലാണ്. എൻ്റെ ചാച്ചന് ചെറുപ്പത്തിൽ വളരെ ചുരുക്കമായിട്ടൊക്കെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നുകൊണ്ടും സാമൂഹ്യ പ്രവർത്തകനായിരുന്നുകൊണ്ടും എപ്പോഴും ജനങ്ങളോടൊപ്പമായിരുന്നു. എങ്കിലും വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുത്തരികയും അതുപോലെ ഞങ്ങളെ ആധ്യാത്മികമായിട്ടൊക്കെ വളർത്തുകയും തബല ഹാർമോണിയൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാച്ചനിങ്ങനെ രാഷ്ട്രീയക്കാരനൊക്കെ ആയിട്ട് സാമൂഹ്യ സേവനമൊക്കെ ചെയ്ത് നടന്നുകൊണ്ട് ഞങ്ങളെല്ലാവരെയും നല്ല രീതിയിൽ വളർത്തിയെടുത്തത് എൻ്റെ അമ്മയാണെന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് ഒരു കാലത്ത് എനിക്ക് ഈശ്വരവിശ്വാസം വരെ നഷ്ടപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. അന്ന് എന്നെ മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിടുകയും ആ ഈശ്വരവിശ്വാസം പുനഃസ്ഥാപിക്കുകയും ചെയ്തത് എൻ്റെ അമ്മച്ചിയാണ്. എൻ്റെ അമ്മച്ചിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ധനമായിട്ട് ഞാനതിനെ കാണുന്നു. അതുപോലെ തന്നെ ചാച്ചനെന്ന് കാണിച്ച ആ നല്ല മാതൃക ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ വളരെയധികം നന്നായി പാലിക്കുന്നുണ്ട്. അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ചേട്ടൻ ഇവിടെ കേരളത്തിൽ ഏത് മേഖലയിലായാലും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെ ഒരു നൈപുണ്യം എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും പുലർത്തുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടിയത് എൻ്റെ അപ്പനിൽ നിന്നാണെന്ന് ആത്മാർത്ഥമായിട്ട് പറയുവാൻ കഴിയും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എത്ര കറക്റ്റാണെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. വൈകുന്നേരം 7:30 എന്നൊരു മണിയുണ്ടെങ്കിൽ
ഞാനും ചേട്ടനും ഒക്കെ വളരെ കൃത്യമായിട്ട് ആ കൊന്ത ചൊല്ലും. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഐക്യം എടുത്തു പറയേണ്ടതെന്നാണ്. ഇന്ന് വരെ യാതൊരു അനൈക്യമൊന്നും ഇല്ലാതെ ഇത്രയും മക്കൾ ഒന്നിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ആ ഒരു പ്രാർത്ഥനാ ജീവിതവും മാതൃകാപരമായ ജീവിതവും കൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എൻ്റെ പേര് മേരി. ഞാൻ രാജസ്ഥാനിൽ വർക്ക് ചെയ്യുന്നു. ഈ വീട്ടിലെ ജോണിയുടെ ഭാര്യയാണ് ഞാൻ. ഈ വീട്ടിലെ മരുമോളായി വന്നതിന് ഞാൻ പിതാവായ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും പ്രാർത്ഥനയുമാണ് എന്നെ ഏറെ ആകർഷിച്ചത്. ഇവരുടെ ഇടയിൽ ഒരു അംഗമാകാൻ സാധിച്ചതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയും. രണ്ടു മക്കളെ സമർപ്പിത ജീവിതത്തിലേക്ക് അനുഗ്രഹിച്ചയച്ചു. അവർക്ക് മാതാപിതാക്കളെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ഞാൻ സിസ്റ്റർ ആൻസ് വാരികാട്ട്, SABS സിസ്റ്ററാണ്, കോതമംഗലം പ്രൊവിൻസ്. ഇവിടുത്തെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും രണ്ടാമത്തെ മകള്. അപ്പച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് ഓർക്കുമ്പോൾ ഈ നാടുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളല്ല എനിക്ക്. ഇതിനു മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ചെപ്പുകുളത്ത് മലയുടെ മുകളിലൊരു വീടും മലയുടെ താഴ്വാരത്തിലൊരു ദേവാലയവും. ആ ദേവാലയവും വീടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങൾ 6 മക്കളുടേത്. പള്ളിയിൽ പോകാൻ എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകണം. പ്രത്യേകിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയും നിർബന്ധമായിട്ടും പോയിരിക്കണം. 25 നോമ്പ്, 50 നോമ്പ്, 8 നോമ്പ് എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥന, വൈകുന്നേരത്തെ പ്രാർത്ഥനയാണെങ്കിൽ ചിട്ടയായ ഒരു പ്രാർത്ഥനയായിരുന്നു. കുറേയേറെ സമയമുണ്ട്. ജപമാല ചൊല്ലുന്നത് കൂടാതെ സകല പുണ്യവാന്മാരുടെ ലുത്തിനിയ എന്നും ചൊല്ലണം. മറ്റു വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് 40 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, മറ്റു കൊച്ചു പ്രാർത്ഥനകൾ, ഇതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പ്രാർത്ഥനയുടെ സമയത്ത് ഇരുന്നൊന്നും ചെല്ലാൻ പറ്റത്തൊന്നുമില്ല. മുട്ടയിൽ നിൽക്കണമായിരുന്നു. മുട്ടയിൽ നിന്നില്ലെങ്കിൽ അടിയും കിട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അങ്ങനെ ആഴപ്പെട്ട പ്രാർത്ഥനയുടെ ഒരു ജീവിതമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും നയിക്കുന്നത്. ഞാൻ ഈ കുടുംബത്തിലെ 4ാമത്തെ മകളാണ്. ട്വിൻസിൽ ഒരാളാണ്. SH കോൺഗ്രിഗേഷനിൽപ്പെട്ട അംഗം. കോതമംഗലം ജ്യോതി പ്രൊവിൻസിലെ ഒരംഗമാണ് ഇപ്പോൾ ഞാൻ. എനിക്ക് എൻ്റെ ചാച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞങ്ങൾ ഒരു പാട്ടുകാരുടെ ഒരു കുടുംബമാണ്. എല്ലാവരും പാടും എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. ചാച്ചനും അതുപോലെ മക്കളും ഉപകരണങ്ങളൊക്കെ വായിച്ച് പള്ളിയിലെ കൊയർ സെറ്റ്, അങ്ങനെ വളരെ സന്തോഷത്തോടെ ഉള്ള ഒരു ജീവിതം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ചാച്ചൻ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു കലാകാരൻ, ഓർക്കസ്ട്രയിലൊക്കെ നന്നായിട്ട് പ്ലേ ചെയ്യും. അതുപോലെ തന്നെ ചാച്ചനിലൂടെ ലഭിച്ച ആ കലാപരമായ കഴിവ് താഴേക്കുള്ള 37 മക്കൾക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം. മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാം ഇപ്പോഴും പള്ളിയിലെ കൊയറിലുണ്ട്. ഞാൻ കോൺഗ്രിഗേഷനിലെ കൊയറിലുണ്ട്. രൂപതയിലെ കൊയറിൽ പാടാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചാച്ചനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ കഴിവാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേക വരദാനമായി കാണുന്നു. എൻ്റെ പേര് ജെസി. ഞാൻ ചാച്ചൻ്റെ അമ്മച്ചിയുടെ മക്കളിൽ 4ാമത്തെ ആളാണ്. ട്വിൻസിൽ ഒരാളാണ്. ചാച്ചനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും അഭിമാനത്തോടെ പറയാനുള്ളത്, ചാച്ചൻ ഒരു ചീത്ത പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരിക്കൽ പോലും ചാച്ചൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിന് അത് ഒത്തിരി ഉപകരിച്ചിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി ചാച്ചൻ. അതുപോലെ തന്നെ ചാച്ചൻ ഒത്തിരി കിലോമീറ്ററുകൾ നടന്നാണ് ഞാൻ വേറെ സ്ഥലത്തൊക്കെ പോയി പണിത് പൈസയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അതുപോലെ തന്നെ സ്നേഹം തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് ഏറ്റവും നല്ല വിശ്വാസം പകർന്നു തന്ന് നല്ല രീതിയിൽ ഞങ്ങളെ വളർത്തി. ദാരിദ്ര്യമാണെങ്കിലും ഉള്ളതിൽ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം, ഇതാണ് അമ്മ എന്നെ പഠിപ്പിച്ചത്. അതിൽ നല്ലത് വേണം കൊടുക്കാൻ എന്നുകൂടി അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു. ഏറ്റവും നല്ലത് കൊടുക്കണം മക്കളെ നമ്മൾ കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ വിശ്വാസം, പള്ളിയിൽ പോകുന്ന കാര്യം, കിലോമീറ്ററുകൾ നടന്ന് അകലെ പോയി നോവേന കൂടുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചാച്ചൻ്റെ അമ്മയുടെ ആ ജീവിതം
എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹായകമായിട്ടുണ്ട്, എൻ്റെ കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങൾക്കും ഒക്കെയായി. എൻ്റെ പേര് ജോസ്. ഞാൻ ചാച്ചനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ചാച്ചൻ കണ്ട ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത്, ചാച്ചൻ മദ്യപാനമില്ല, പുകവലിയില്ല, ഒരു ദേഷ്യപ്പെട്ടൊരു സംസാരമില്ല. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു ഞാൻ ചാച്ചനിൽ കണ്ടത് ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. അമ്മച്ചിയാണേൽ, അമ്മച്ചി ഞങ്ങൾ ചാച്ചി എന്നാണ് വിളിക്കുന്നത്. ചാച്ചിയാണേലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. നല്ല രീതിയിൽ പിള്ളേരെ പഠിപ്പിക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനും ചാച്ചി എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചാച്ചൻ്റെ അമ്മച്ചിയുടെ 6ാമത്തെ മകളാണ് ഞാൻ, മേഴ്സിക്കുട്ടി. ചാച്ചനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങളെ എല്ലാവരെയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും താല്പര്യം കാണിച്ച ആളാണ് ചാച്ചൻ. ഇവിടെ 72-74 കാലഘട്ടത്തിൽ സ്കൂളുകളില്ലാതിരുന്നിട്ട് ഞങ്ങളെ വാഴത്തോപ്പിൽ വീടെടുത്ത് തന്ന് അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ഒപ്പം തന്നെ ഒത്തിരി മക്കളെ അനാഥാലയങ്ങളിൽ പോലും കൊണ്ടുവന്നാക്കി പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാനും ജോലി വാങ്ങിക്കൊടുക്കാനും ചാച്ചൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വാടകയ്ക്ക് വീടെടുത്ത് തന്ന് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ അവിടെ ഉൾക്കൊള്ളാവുന്നത്രയും മറ്റു കുട്ടികളെയും കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് ഞങ്ങൾ 6 മക്കളും അധ്യാപകരായി മാറി. അപ്പോൾ ജോലി കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും വളരെ ശ്രദ്ധ പുലർത്തിയിരുന്ന ആളാണ് അദ്ദേഹം. ഒപ്പം തന്നെ ഈ ഭാഗങ്ങളിൽ സ്കൂളില്ലാതിരുന്ന കാലത്ത് പള്ളിയോടനുബന്ധിച്ച് ഒരു പ്രൈവറ്റ് സ്കൂൾ ആരംഭിക്കുകയും അവിടെ വീടാന്തരം കയറി ഇറങ്ങി കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന് വിദ്യാഭ്യാസം നടത്തി. ഒപ്പം എയ്ഡഡ് സ്കൂളുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതിപ്പിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ചാച്ചൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ കാര്യത്തിലാണേലും ഈ കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണ പിന്തുണയാണ്. കൂടുതലും എത്ര നമ്മൾ ഏത് നിലയിലെത്തിയാലും മറ്റുള്ളവരെ കരുതാനും അവർക്ക് അവരോടുള്ള പരിഗണന ചെയ്യാനും, ഒപ്പം തന്നെ വിശക്കുന്നവരെ പരമാവധി നമ്മൾ സഹായിക്കണം. ഒരു നേരം നമുക്കില്ലെങ്കിലും മറ്റുള്ളവരുടെ വിശപ്പ് പരിഗണിച്ചുകൊണ്ട് അവരെ സഹായിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചത്. ആ ഒരു രീതി ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യത്തോടെ ഞങ്ങൾ പിന്തുടർന്നു വരുന്നുണ്ട്. കൊച്ചുമക്കൾക്ക് ജീവിതത്തിൽ ഏറെ പാഠങ്ങൾ പറഞ്ഞുകൊടുത്തവരാണ് ഈ മാതാപിതാക്കൾ. ഇവരുടെ ഒത്തുചേരലിലെ സന്തോഷം വേറിട്ട അനുഭവമാണ് ഈ കുടുംബത്തിൽ സമ്മാനിക്കുന്നത്. എൻ്റെ പേര് ജോസ്മി. ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കൊച്ചുമക്കളിൽ 3ാമത്തെ ആളാണ് ഞാൻ. ചാച്ചനും അമ്മച്ചിക്കും ഞങ്ങളോട് മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഭയങ്കര സ്നേഹമാണ്, സ്നേഹവും കരുതലും ഉണ്ട്. ആരുടെ ഒരു പിറന്നാളാഘോഷം വന്നാലും പിറന്നാൾ അമ്മച്ചി പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഓർത്തിരുന്ന് ഏറ്റവും ആദ്യം വിളിക്കുന്നയാൾ അമ്മച്ചിയാണ്. അതുപോലെ തന്നെ ചാച്ചന് ഞങ്ങളോടൊരു കരുതലുണ്ട്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടുന്നതും ജോലി മേടിക്കുന്നതും ചാച്ചനൊരു അഭിമാനമാണ്. മക്കൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കണം, അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ചാച്ചൻ്റെ ഒരു ആഗ്രഹം. അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മച്ചി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണം, അവർക്ക് എന്തൊക്കെ കരുതൽ കൊടുക്കണം എന്നുള്ളതിൽ ഏറ്റവും ജാഗ്രത പുലർത്തുന്ന ഒരാളാണ് ഞങ്ങളുടെ അമ്മച്ചി. എപ്പോഴും നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കണം, അവരെ സൂക്ഷിക്കണം എന്നൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഞങ്ങളോട് ഏറ്റവും സ്നേഹത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചി. എൻ്റെ പേര് ജോഫി. ഞാൻ ഈ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കൊച്ചുമക്കളിൽ 2ാമത്തെ ആളാണ്. ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അമ്മച്ചി ചാച്ചന് കുറേ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മിക്കവാറും തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അമ്മച്ചി ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ മനസ്സിലിങ്ങനെ കാണും. അന്നത്തെ ഒരു കഷ്ടപ്പാടും അവർ ചെയ്ത ഓരോ കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ മനസ്സിൽ കാണും. ജോസ്മി പറഞ്ഞതുപോലെ പിള്ളേരുടെ കാര്യത്തിന് ഭയങ്കര ശ്രദ്ധയാണ്. ഒരു കൊച്ചെ എവിടെയെങ്കിലും പോയിട്ട് ഇച്ചിരി വരാൻ താമസിച്ച് കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും വിളിച്ചു ചോദിക്കുക അവരെവിടെ എത്തി. ഈ ഇത്രയും പ്രായമുള്ള അമ്മച്ചിയാണെങ്കിൽ പോലും ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ അറിവുള്ളയാളാണ്. അത് കാരണം തന്നെ പ്രത്യേകിച്ച് ഇവിടെ കൂടുതലും പെൺകുട്ടികളാണല്ലോ ഉള്ളത്.
അത് കാരണം എല്ലാ പിള്ളേരുടെയും കാര്യത്തിൽ അവർ ഏത് വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയെന്ന് അറിവുണ്ടെങ്കിൽ പോലും അവരെത്തിയോ എന്ന് ഇങ്ങനെ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരിക്കും. ചാച്ചനാണേലും അതെ, പിള്ളേരെ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കാതെ ചെറിയ പിള്ളേരാണെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ, വളരട്ടെ, പഠിക്കട്ടെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണേലും ചെറുതിലേ മുതൽ പഠിക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ചാച്ചനും. സന്തോഷമാണ് ഇങ്ങനെ കാരണവന്മാരുടെ കൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എല്ലാം ഒരുമിച്ചിരിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. എൻ്റെ പേര് ജോജി. ഞാൻ ഈ കുടുംബത്തിലെ കൊച്ചുമക്കളിലെ ഏറ്റവും മൂത്തയാളാണ്. ഞങ്ങൾ 9 പേരിൽ ഏറ്റവും നല്ല അനുഭവങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെയുള്ള ജീവിതം ഞങ്ങൾക്ക് തന്നേക്കുന്നത്. ഏറ്റവും നല്ല ദൈവിക വിചാരത്തോടു കൂടി വളരാനുള്ള എല്ലാ പരിശീലനവും നിർദ്ദേശങ്ങളും തരുന്നവരിൽ ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചും എന്നും മുൻപന്തിയിലുണ്ട്. ആ ദൈവാനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നല്ല ഘടകമായിട്ട് വർത്തിച്ചേക്കുന്നത്. ഈ മാതൃകയ്ക്ക് ഞങ്ങളെന്നും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. എൻ്റെ പേര് സോനു. ഞാൻ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കൊച്ചുമക്കളിൽ 6ാമനാണ്. എൻ്റെ വീട് നമ്മുടെ തറവാട് വീടിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇവിടെ വരാനും അതേപോലെ ഇവരോടൊപ്പം സംസാരിക്കാൻ അവസരങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇവരുടെ കൊച്ചുമകനായി ജനിച്ചതിൽ ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു. ഞാൻ ഹെലൻ. ഞാൻ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കൊച്ചുമക്കളുടെ മക്കളിൽ ഏറ്റവും മൂത്തയാളാണ്. ഞങ്ങൾ കൊച്ചുമക്കളുടെ മക്കൾ 12 പേരുണ്ട്. ചാച്ചൻ്റെ അമ്മച്ചിയുടെ കൂടെയുള്ള അനുഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളത് തറവാട്ടിൽ നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്കും എൻ്റെ അനിയത്തിക്കുമാണ്. ഉണ്ടായപ്പോൾ തുടങ്ങി ഇന്ന് വരെ എല്ലാ കാര്യങ്ങളിലും അവർ ഒത്തിരി ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും അവരാണ്. വീട്ടിൽ കാരണവന്മാർ ചാച്ചനും അമ്മച്ചിയും ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ പേരൻസ് ഉണ്ട്, അപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ കൂടെ ജീവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. വാരിക്കാട് ഫാമിലിയെ ഏറ്റവും അടുത്തറിയാവുന്നതും അവരുടെ ആത്മീയ ഗുരുവും വികാരിയുമായ ഫാദർ തോമസ് വലിയമംഗലത്തിന്റെ വാക്കുകളിലേക്ക്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ വാരിക്കാട്ട് ജോർജ് സാറിൻ്റെ ഭവനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ജോർജ് സാറ് ഈ കുടുംബത്തിൻ്റെ 6 മക്കളിലെ മൂത്തവനായിരിക്കെ പ്രിയപ്പെട്ട ചാച്ചനും അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബം, പറഞ്ഞാൽ 37ഓളം മക്കളും കൊച്ചുമക്കളുമായിട്ട് ആണ് ഈ ഭവനത്തിൽ ഉള്ളത്. പ്രിയപ്പെട്ട ചാച്ചൻ പാപ്പു സാർ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. പ്രായത്തിൻ്റേതായിട്ടുള്ള അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറെ ഉണ്ട്, രോഗത്തിൻ്റെ സാഹചര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഇടവകയിൽ മാതൃകപരമായ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ നല്ല ഒരു ക്രമവും ക്രമീകരണവും ചിട്ടകളും നിഷ്ഠകളുമൊക്കെ വളരെ ചിട്ടയായിട്ട് പാലിച്ചു പോരുന്ന ഒരു കുടുംബമായിട്ടാണ് എനിക്ക് ഈ വാരിക്കാട്ട് കുടുംബത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കുന്ന മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളുടെ ജീവിത സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ വൈതരണികൾ നിറഞ്ഞതായിരിക്കെ ആ ഒരു വിഷമതകളൊന്നും ഈ കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് വരാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ ഈ കുടുംബത്തിലെ മാതാപിതാക്കളെ പരിചരിക്കുന്ന ജോർജ് സാറിനെയും സാറിൻ്റെ ഭാര്യ ഫിലോമിന ചേച്ചിയെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടും ആദരവോടും കൂടി ഓർക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടം വളരെയേറെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. മാതാപിതാക്കളെ പരിചരിക്കുന്ന കുടുംബങ്ങൾ കുഞ്ഞുങ്ങളൊക്കെയും വലിയ പ്രതിസന്ധിയിലായിരിക്കെ ഇതിനൊന്നും കുറവ് കൂടാതെ ഈ ഇടവകയിൽ ഈ കുടുംബം മാതാപിതാക്കളെ പരസ്പരം നന്നായി ശ്രദ്ധിക്കുകയും നന്നായി പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കുന്നു. ഉദാസ ജീവിത മേഖലയിലും ആത്മീയ ഭൗതികമായ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വലിയ പരിചരണവും സംരക്ഷണവും ഈ കുടുംബത്തിൻ്റെ മേലുണ്ട് എന്ന് എനിക്ക് സന്തോഷത്തോടെ അറിയിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവം ഈ കുടുംബത്തെയും നമ്മളെല്ലാവരെയും എന്നേക്കുമായി അനുഗ്രഹിക്കട്ടെ. കുടുംബ പ്രാർത്ഥനയും കൗദാശിക ജീവിതവും കൊണ്ട് ഈ കുടുംബം ധാരാളം അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി. അതിനാൽ തന്നെ തിരുസഭാ മാതാവിൻ്റെ മടിയിൽ സ്വസ്ഥമായി ആനന്ദത്തിൽ ജീവിക്കുന്ന കുടുംബം എന്ന് ഇവരെ വിശേഷിപ്പിക്കാം. കുടുംബം ഒരു മനോഹര ഗാനം.
നിഷ്കളങ്കതയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമായി വാരികാട്ട് കുടുംബം നിലകൊള്ളുന്നു. ഇത് യേശു വസിക്കുന്ന കുടുംബം, കുടുംബങ്ങൾക്ക് മാതൃക. തന്ത്രികൾ മീട്ടും സംഗീതം. കുടുംബങ്ങൾക്ക് അഭിമന്യ പിതാവ് നൽകുന്ന ഒരു സന്ദേശം നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, വൃദ്ധജനങ്ങൾ ഒരു ഭാരമല്ല, ഒരു ശല്യമല്ല, ഒരു അനുഗ്രഹമാണ്, ഒരു സമ്പത്താണ് എന്ന് മക്കളും സമൂഹവും എപ്പോഴും അംഗീകരിക്കേണ്ടതുണ്ട്. ഒന്ന് തീർച്ചയാണ്, വൃദ്ധജനങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന ഒരു നാടിൻ്റെ ധാർമ്മികതയുടെയും സംസ്കാരത്തിൻ്റെയും വളർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും ആ ഒരു ഉരകല്ലാണ്, അടിത്തറയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ നാടും വൃദ്ധജനങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകി തലമുറകൾ അനുഗ്രഹീതമായി തീരാൻ ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. സാമൂഹ്യ പ്രവർത്തകനും കലാകാരനും ഒരു നല്ല ദൈവവിശ്വാസിയുമായ വാരികാട്ട് ഫാമിലിയിലെ 95 വയസ്സുള്ള കുര്യാക്കോസ് അപ്പച്ചനും ത്രേസ്യാമ്മ ചേച്ചിയും ഇവരുടെ ജീവിതത്തിലൂടെ പകർന്നു കൊടുത്ത നല്ല സൂക്തങ്ങൾ മനസ്സിലേന്തിക്കൊണ്ട് ഇവരുടെ മക്കളും കൊച്ചുമക്കളും ഇതിന് നല്ലൊരു തെളിവാണ്. എല്ലാ വർഷവും മെയ് മാസത്തിൽ കുറച്ചു നാളുകൾ ഈ അപ്പച്ചനോടൊപ്പം ഇവർ ചെലവഴിക്കുന്നത്. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു വലിയ സാക്ഷ്യമാണ്. ഈ നാട് തന്നെ ബഹുമാനാർത്ഥം പാപ്പുസാർ എന്ന് വിളിക്കുന്ന നമ്മുടെ കുര്യാക്കോസ് അപ്പച്ചനും ത്രേസ്യാമ്മ അമ്മച്ചിക്കും ഗുഡ്നസ് ടി വി തരുന്ന ഒരു ചെറിയ ഉപഹാരം. മധുരം ജീവിത സായാഹ്നത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.